അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ഹുവല്ലദീ. ഇവിടെ ദാലിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദാലിലേക്ക് മാറിപ്പോകരുത്. ഹുവല്ലദീ അൻസല. ദീ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ തൊട്ടടുത്ത പദത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മദ് മുൻഫസിലാണ്. 2, 4, 5 ഹറക്കത്തിന്റെ സമയമെടുത്ത് ദീ എന്ന ദീർഘം നമുക്ക് നീട്ടി ഓതാം. അൻസല. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം സായ് എന്ന അക്ഷരമാണ്. സായ് എന്ന അക്ഷരം ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം.
അതായത് ഇഖ്ഫ ബിഗുന്നയോടുകൂടി പാരായണം ചെയ്യണം. അൻസല അൻസല അലൈക്കൽ കിതാബ. ഇവിടെ അലൈക എന്നതിലെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹംസയിലേക്ക് മാറിപ്പോകരുത്. അലൈക്കൽ കിതാബ മിൻഹു മിൻഹു. ഇവിടെയും സുക്കൂനുള്ള നൂനിനെ കാണാം. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ഇൽഹാറിന്റെ അക്ഷരമാണ്. അതായത് ഇവിടെയുള്ള സുക്കൂനുള്ള നൂൻ വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. മിൻഹു മിൻഹു ആയാത്തുൻ. ഇവിടെ ആ എന്ന ദീർഘവും യാ എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ആയാത്തുൻ തുൻ എന്ന്. ഇവിടെ തൻവീൻ വന്നിരിക്കുന്നു. തൻവീനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അതുകൊണ്ട് ഇവിടെ ഇദ്ഗാം ബിഗുന്നയോടുകൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. ആയാത്തുമ്മു തുമ്മു ആയാത്തും മുഹ്കമാത്തുൻ മുഹ്കമാത്തുൻ. ന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ അക്ഷരം പുറത്തു വരേണ്ടത്. അതോടൊപ്പം തന്നെ ഹാഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൽഖലയാകാതെ ശ്രദ്ധിക്കണം. അതായത് ഹ് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല. മുഹ് മുഹ്ക മുഹ്കമാത്തുൻ മുഹ്കമാത്തുൻ. ഇവിടെയും തൻവീൻ വന്നിരിക്കുന്നു. തൻവീനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇൽഹാറിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മുഹ്കമാത്തുൻ തുൻ എന്ന് അവിടെയുള്ള സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. മുഹ്കമാത്തുൻ ഹുന്ന. നൂനിന് ശബ്ദ വന്നതുകൊണ്ട് എന്ന് 2 ഹറക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. ഉമ്മുൽ കിതാബി ഉമ്മു. മീമിന് ശബ്ദ വന്ന കാരണം കൊണ്ട് അവിടെ മീമിനെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉമ്മു ഉമ്മുൽ കിതാബി വ ഉഖറു. ഇവിടെ ഖ ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വ ഉഖറു മുതശാബിഹാത്തുൻ. ഇവിടെ നമുക്ക് സിലി കാണാം. അതായത് സ്വാദും ലാമും എഴുതിയത് കാണാം. അവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം. അവിടെ ചേർത്തോതാൻ സാധിക്കുമെങ്കിൽ ചേർത്ത് ഓതുന്നതാണ് ഉത്തമം. ഇനി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വീണ്ടും എടുത്ത് ഓതേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. വ ഉഖറു മുതശാബിഹാത്ത്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹ എന്ന ദീർഘം നമുക്ക് 2, 4, 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ താഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ ത് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാതെ, അതായത് ഖൽഖലയായി പോകാതെ ശ്രദ്ധിക്കണം. ഫഅമ്മല്ലദീന. ഇവിടെ ഫഅമ്മ എന്ന് മീമിന് ഫത്ഹ അലിഫ് മദ്ദുണ്ട്. പക്ഷെ അവിടെ ചേർത്തോതുന്ന സമയത്ത് ആ ദീർഘം മ എന്ന ദീർഘം നഷ്ടപ്പെടും. കാരണം ആ ദീർഘാക്ഷരത്തിന് ശേഷം 2 സുക്കൂനുകൾ അടുത്തു വരുന്നു എന്നതാണ്. ഫഅമ്മല്ലദീന, അതായത് 2 സുക്കൂനുകൾ കൂട്ടിമുട്ടുമ്പോൾ എന്ന അവസ്ഥ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന് ഇൽതിഖാഉ സാകിനൈൻ എന്നാണ് പറയുക എന്നും നമ്മൾ നേരത്തെ പഠിച്ചു. ആ അവസ്ഥ ദീർഘാക്ഷരത്തിന് ശേഷം വന്നതുകൊണ്ട് ഇവിടെയുള്ള ദീർഘം അവിടെ ചേർത്തോതുന്ന സമയത്ത് ആ ദീർഘം നഷ്ടപ്പെടും. ഫഅമ്മല്ലദീന
ഫഅമ്മ മീമിന് ഷദ്ദ് വരുന്ന കാരണം കൊണ്ട് ആ മീമിനെ അവിടെ മണിക്കണം. ഫഅമ്മല്ലദീന ദാലിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാലിലേക്ക് മാറിപ്പോകരുത്. ദീ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. ഫഅമ്മല്ലദീന ഫീ ഫീ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഫീ ഖുലൂബിഹിം ഖുലൂബിഹിം ഇവിടെ സുക്കൂനുള്ള മീം വന്നിരിക്കുന്നു. ഇവിടെയുള്ള സുക്കൂനുള്ള മീമിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം. അവിടെ മണിക്കാൻ പാടില്ല. ഫീ ഖുലൂബിഹിം സയ്ഗുൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗൈനിന്റെ മഖ്റജാണ്. ഗൈൻ സയ്ഗുൻ ഐനല്ല ഗൈനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സയ്ഗുൻ അവിടെ തൻവീനാണ്. തൻവീനിന് ശേഷം വന്നിട്ടുള്ളത് ഇഖ്ഫാഇന്റെ അക്ഷരമായ ഫ ആണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫ ബിഗുന്നയോടുകൂടി പാരായണം ചെയ്യണം. സയ്ഗുൻ എന്നുള്ളതിലെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. സയ്ഗുൻ ഫ സയ്ഗുൻ ഫയത്തബിഊന ഫയത്തബിഊന ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. മാ തശാബഹ മാ എന്ന ദീർഘവും അതുപോലെ ശ എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. മാ തശാബഹ മിൻഹു അവിടെ സുക്കൂനുള്ള നൂൻ കാണാം. മിൻഹു ഇവിടെ ആ നൂനിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം. ഇൽഹാറാണ്. മിൻഹു അതിനുശേഷമുള്ള വാക്ക് എന്നാണ്. എന്നാൽ അവിടെയുള്ള ഒന്നാമത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ ചേർത്ത് ഓതുന്ന സമയത്ത് അതിന്റെ ശബ്ദം നഷ്ടപ്പെടുന്നു. മിൻഹു എന്ന വാക്കിനോട് ചേർത്ത് വായിക്കുമ്പോൾ മിൻഹുബ് ഹു കഴിഞ്ഞ ശേഷം ബാഇന് സുക്കൂൻ നൽകിയാണ് വായിക്കേണ്ടത്. അവിടെയുള്ള ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം ചേർത്തോതുമ്പോൾ നഷ്ടപ്പെടുന്നു. മിൻഹുബ് തി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ബാഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ ആ അക്ഷരം ഖൽഖലയാണ്. ഖുതൂബ് ജദ്ദിൽ പെട്ട അക്ഷരമായതുകൊണ്ട് ബ എന്ന് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം കേൾക്കണം. മിൻഹുബ് ഗൈനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം അവിടെ മദ് മുത്തസിലാണ്. എന്ന ദീർഘം 4-5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നിർബന്ധമായും അവിടെ നീട്ടണം. മിൻഹു ഫിത്നതി അവിടെ തഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൽഖലയായി പോകാതെ, അതായത് ത് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാതെ ശ്രദ്ധിക്കണം. അവിടെയും എന്ന ദീർഘം മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നിർബന്ധമായും അവിടെ നീട്ടണം. തഅ്വീലിഹി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള ഹംസ ഖൽഖലയായി പോകാതെ ശ്രദ്ധിക്കണം. അതായത് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല. തഅ്വീലിഹി എന്നാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം. അവിടെയും നമുക്ക് സ്വിലി കാണാം. പക്ഷെ ചേർത്ത് ഓതുന്നതാണ് ഉത്തമം. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള തഅ്വീലിഹി എന്നതിലെ ഹഉൽ ളമീർ, ഇവിടെ അവസാനത്തെ അക്ഷരം ഹഉൽ ളമീർ ആണ് വരുന്നത്. ഹഉൽ ളമീറിൽ വഖഫ് ചെയ്യുമ്പോൾ ആ ഹഇന് സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തഅ്വീലിഹ് എന്ന് നമുക്കവിടെ വഖഫ് ചെയ്യാം. അവിടെ വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുകയാണെങ്കിൽ തഅ്വീലിഹി ഹി എന്ന് 2 ഹർക്കത്തിന്റെ സമയമെടുത്തുകൊണ്ട് അവിടെ നീട്ടണം.
സാധാരണ ദീർഘമാക്കിക്കൊണ്ട് അവിടെ നീട്ടി ഓതണം. അവിടെ മദ്ദുസ്വില സുഗറയാണ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയം നമുക്കവിടെ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവിടെ ഉളമീറിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്താൽ മതിയാകും. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് ഓതേണ്ട ആവശ്യവുമില്ല. ഐനിന് സുക്കൂൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐനിന്റെ മഖ്റജ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവിടെ ആ അക്ഷരം കൽക്കലയായി പോകാതെ, അതായത് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം കേൾക്കാതെയും ശ്രദ്ധിക്കുക. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹംസയെ പ്രത്യേകം ശ്രദ്ധിക്കുക. സുക്കൂനുള്ള ഹംസ കൽക്കലയായി പോകാതെ ശ്രദ്ധിക്കുക. തഅ്വീലഹു അവിടെ ളമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ശേഷം വന്നിട്ടുള്ള അക്ഷരത്തിനും ഹറക്കത്തുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു മദ് സംഭവിക്കും. ഈ മദ്ദിനെ മദ്ദുസ്സില എന്ന് പറയും. ഇവിടെ അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ളമീറിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹംസയുമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മദ്ദുസ്സില കുബ്റയാണ്. ഹൂ എന്ന ദീർഘം നമുക്ക് 2, 4, 5 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു. അവിടെ നമുക്ക് ഖീലി കാണാം, ഖാഫും ലാമും കാണാം. ഖീലി ഇവിടെ വഖഫ് ചെയ്യുന്നതാണ് ഉത്തമം. നേരത്തെ നമ്മൾ ഖീലി കണ്ടപ്പോൾ പറഞ്ഞത് അവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്യാം, പക്ഷെ ഉത്തമം ചേർത്തോതുന്നതാണ് എന്നായിരുന്നു. എന്നാൽ ഖീലി കാണുന്ന ഭാഗങ്ങളിൽ അവിടെ ഉത്തമമായിട്ടുള്ളത് വഖഫ് ചെയ്യുന്നതാണ്, അതായത് നിർത്തുന്നതാണ് അവിടെ ഉത്തമമായിട്ടുള്ളത്. ഇവിടെ റാഇന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഹെവി ലെറ്റർ ആണ്. ഫിൽ ഇൽമി. ഫി എന്ന് അവിടെ ദീർഘാക്ഷരമാണ്. പക്ഷേ ആ ദീർഘാക്ഷരത്തിന് ശേഷം 2 സുക്കൂനുകൾ അടുത്തു വരുന്നു. അതായത് ഇൽതിഖാഉ സാക്കിനൈൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫി എന്നുള്ളതിലെ ദീർഘം നഷ്ടപ്പെട്ട് ഫി എന്നായി മാറുന്നു. ഫിൽ ഇൽമി. ഐനിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൽ ഇൽമി യഖൂലൂന. ഓ എന്ന ദീർഘവും ലു എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ്. 2 ഹറകത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. യഖൂലൂന ആമന്ന. അവിടെ നൂനിന് ശദ്ദ് വന്നതുകൊണ്ട് ആ നൂനിനെ മണിക്കണം. ആമന്ന. ന എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. ബിഹി. ഹി എന്ന ദീർഘം അവിടെ സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്ത് അവിടെ നീട്ടാം. ബിഹി അവിടെ മദ്ദുസ്സില സുഗറയാണ്. ബിഹി കുല്ലുൻ. അവിടെ തൻവീൻ വന്നിരിക്കുന്നു. തൻവീനിന് ശേഷമുള്ള അക്ഷരം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അവിടെ ഇദ്ഗാം ബിഗുന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. കുല്ലുമ്മി. കുല്ലുമ്മി. മിൻ എന്ന വാക്കിലും സുക്കൂനുള്ള നൂൻ കാണാം. പക്ഷേ അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഐൻ എന്ന അക്ഷരമാണ് വന്നത്. അതായത് അത് ഇൽഹാറിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ മിൻ എന്നതിലെ സുക്കൂനുള്ള നൂൻ വ്യക്തമായി കേൾക്കണം. അവിടെ മണിക്കാനും പാടില്ല. ഇൻദി. അവിടെയും ഒരു സുക്കൂനുള്ള നൂനിനെ കാണാം. അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ഇഖ്ഫാഇന്റെ അക്ഷരമായ ദാലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ഐനിന്റെ മഖ്റജും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. റബ്ബിന. അവിടെയും നമുക്ക് ഖീലി കാണാം. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തുന്നതാണ് ഉത്തമം, വഖഫ് ചെയ്യുന്നതാണ് ഉത്തമം. റബ്ബിന.
വമാ യദ്ദക്കറു. അവിടെ വമാ മാ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. യദ്ദക്കറു, ദാലിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. യദ്ദക്കറു ഇല്ല. അവിടെ ല എന്ന ദീർഘം മദ് മുൻഫസിലാണ്. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നിരിക്കുന്നു. അതുകൊണ്ട് ല എന്ന ദീർഘത്തെ നമുക്ക് 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. ഉലുൽ അൽബാബ്. ഇവിടെ ഉലുൽ അൽബാബ് എന്നതിൽ ഉലു എന്ന് എഴുതിയത് നോക്കൂ. അലിഫ് എഴുതി, ഹംസ എഴുതി, അതിനു മുകളിൽ വമ്മ എഴുതി ഉ എന്ന് വായിക്കും. പക്ഷേ അതിനോട് ചേർത്ത് തന്നെ വാവ് മദ് എഴുതിയിട്ടുണ്ട്. ഊ എന്ന് നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് മദ് നമുക്കവിടെ കാണാം. പക്ഷെ ആ വാവ് മദ്ദിന് മുകളിൽ സിഫ്ർ മുസ്തദീർ കാണാം. അതായത് ഒരു വട്ടപൂജ്യം കാണാം. എന്താണ് സിഫ്ർ മുസ്തദീർ, അതായത് വട്ടപൂജ്യം? ദീർഘാക്ഷരങ്ങൾക്ക് മുകളിലാണ് നമുക്ക് സിഫ്ർ മുസ്തദീർ, അതായത് വട്ടപൂജ്യം കാണാൻ സാധിക്കുക. സിഫ്ർ മുസ്തദീർ എഴുതുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ദീർഘാക്ഷരങ്ങൾക്ക് മുകളിലാണ് സിഫ്ർ മുസ്തദീർ കാണുക എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ അവിടെ ദീർഘാക്ഷരം എഴുതിയിട്ടുണ്ടെങ്കിലും പാരായണത്തിൽ ആ ദീർഘം ആവശ്യമില്ല എന്ന് തിരിച്ചറിയാനാണ് ആ ദീർഘാക്ഷരത്തിന് മുകളിൽ വട്ടപൂജ്യം, അതായത് സിഫ്ർ മുസ്തദീർ എഴുതുന്നത്. സിഫ്ർ മുസ്തദീറിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഉലു എന്ന് ലാമിന് വമ്മ വാവ് മദ് നമുക്ക് കാണാം. പക്ഷെ അവിടെ പാരായണം ചെയ്യുമ്പോൾ അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടും. ഉലു എന്ന് ലാമിന് വമ്മ മാത്രമാണ് നൽകിക്കൊണ്ട് നമ്മൾ അവിടെ പാരായണം ചെയ്യുന്നത്. കാരണം അവിടെയും ദീർഘാക്ഷരത്തിന് ശേഷം 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്നു. അതായത് ഇൽത്തിഖാഉ സാക്കിനെ സംഭവിക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടും. ഉലുൽ ഉലുൽ അൽബാബ്. അവിടെ ബാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള ബ എന്ന ദീർഘം നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. ബഇന് സുക്കൂൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമാണ്. അതുകൊണ്ട് ബ എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കണം. ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ്. ഖുർആനിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവും കുടുംബപരമായും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബ സമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം കാരുണ്യവാനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. وآخر الدعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.